അപ്പൊ ഞങ്ങൾ ഈ കേരളത്തിൽ ഉടനീളം ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു പ്രതിജ്ഞ എടുപ്പിക്കും ആൾക്കാരെ കൊണ്ട്. ജീവിതശൈലി രോഗമാണ് പ്രമേഹം, നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡയറ്റും എക്സസൈസും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടും. അപ്പൊ നമ്മളായിട്ട് തന്നെ വരുത്തി വെക്കുന്ന ഒരു അസുഖമാണ് പ്രമേഹം എന്നുള്ള രീതിയിൽ. അതാണ് ഇതിനകത്തൊരു മെസ്സേജ്. അപ്പോൾ ആൾക്കാരുടെ അടുത്ത് ഡയറ്റിനെ കുറിച്ച് പഠിപ്പിക്കുക, പോകുന്ന വഴിക്കുള്ള സ്കൂളുകളിലും ഓഫീസുകളിലും ഒക്കെ കയറി ക്യാമ്പയിൻ നടത്തുക. അങ്ങനെ 4 ദിവസം കൊണ്ട് 440 കിലോമീറ്റർ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഓണം എത്തുകയാണ്. തടിച്ച കുടവേറുള്ള മാവേലിയും മറ്റുമൊക്കെയാണ് നമ്മൾ സ്ഥിരമായി കാണാറുള്ളത്. അപ്പോൾ മലയാളികളുടെ മാറുന്ന ജീവിതശൈലിക്ക് അനുസരിച്ച് കുടവേറ കൂടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഫിറ്റായ ഒരു മാവേലിയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡോക്ടറും സംഘവും 4 ദിവസം കൊണ്ട് കോഴിക്കോടേക്ക് സൈക്കിൾ ചവിട്ടി എത്തുകയാണ്. അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ഇതൊരു സന്ദേശമാണ്. നമ്മൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങൾ വർദ്ധിപ്പിച്ച് ഫിറ്റാകാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ ഒരു ഫിറ്റായ മാവേലിയാണ് നമ്മുടെ ചരിത്രത്തിലെ മാവേലി. പക്ഷേ പിൽക്കാലത്താണ് കുടവേറും മറ്റുമൊക്കെ വന്നത്. അത് നമ്മുടെ ജീവിത ശൈലിയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് മാറ്റി ഫിറ്റായ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ സൈക്കിൾ യാത്ര. ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൻ്റെ ആദ്യ സമയത്ത് അല്പം പങ്കാളിയാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഡേ 1 6:30 തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം മാനുവൽ ലൈനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരു നല്ല തുടക്കം കിട്ടി. ഇനി ഒത്തിരി ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഇന്ന് ട്രിവാൻഡ്രത്തെ സ്കൂളുകളും ഓഫീസുകളും നമ്മുടെ മ്യൂസിയവും എല്ലാം വിസിറ്റ് ചെയ്യണം. അവിടെ പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് സംവദിക്കണം. അവരടുത്ത് പറഞ്ഞു കൊടുക്കണം മധുരമുള്ള പഞ്ചസാരയാണ് വേവിച്ച് വെച്ച ചോറെന്ന്, മധുരമില്ലാത്ത പഞ്ചസാരയാണ് വേവിച്ച് വെച്ച ചോറെന്ന്. എൻ്റെ ഏറ്റവും വലിയ മെസ്സേജ് എല്ലാവരിലും എത്തിക്കണം. അവരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കണം. ഇതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നന്ദി.